പത്തനംതിട്ട കൂടലിൽ യുവാവ് ഭാര്യയെയും സുഹൃത്തിനെയും വെട്ടിക്കൊന്നു. വൈഷ്ണവി, വിഷ്ണു എന്നിവരാണ് കൊല്ലപ്പെട്ടത്. വൈഷ്ണവിയുടെ ഭർത്താവ് ബൈജുവിനെ കസ്റ്റഡിയിലെടുത്തു. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ശ്രീരാജ് ബാബുവാണ് ചേരുന്നത്. ശ്രീരാജ്, എപ്പോഴായിരുന്നു ഈ അപകടമുണ്ടായത്? ഈ കൊലപാതകത്തിന് പിന്നിലെ കാരണങ്ങൾ എന്തെങ്കിലും അറിയാൻ സാധിക്കുന്നുണ്ടോ? ഇന്നലെ രാത്രിയോടുകൂടിയാണ് കൊലപാതകം ഉണ്ടായത്. വിഷ്ണു, വൈഷ്ണവി എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഈ വൈഷ്ണവിയുടെ ഭർത്താവായ ബൈജു ആണ് കസ്റ്റഡിയിലുള്ളത്. ഇയാൾ സ്ഥിരം ഭാര്യയുമായി പ്രശ്നത്തിൽ ഏർപ്പെടുന്ന ആളാണെന്ന്, തർക്കത്തിൽ ഏർപ്പെടുന്ന ആളാണെന്നാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. അതുപോലെ തന്നെ സാമ്പത്തിക തർക്കവും ഇവർ തമ്മിൽ ഉണ്ടായിരുന്നുവെന്നും പറയുന്നു. പത്തനംതിട്ട കൂടലിലാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ വൈഷ്ണവിയുടെ ഭർത്താവിനെ, അതായത് കൊല്ലപ്പെട്ട വൈഷ്ണവിയുടെ ഭർത്താവായ ബൈജുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ ആദ്യഘട്ടം എന്ന നിലയിൽ പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ ഇതാണ്. സാമ്പത്തികമായ തർക്കം ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു. അതിനു മുൻപ് തന്നെ ഈ വൈഷ്ണവിയും ഭർത്താവും തമ്മിൽ സ്ഥിരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. വൈഷ്ണവിയുടെ അയൽക്കാരനാണ് ഈ വിഷ്ണു എന്ന വ്യക്തി. ഇതിനെ തുടർന്ന് സാമ്പത്തികമായ തർക്കത്തെ തുടർന്ന് ബൈജുവും വൈഷ്ണവിയും തമ്മിൽ തർക്കത്തിൽ ഏർപ്പെടുകയും വൈഷ്ണവിയെ ബൈജു ആക്രമിക്കുകയും ചെയ്യുകയായിരുന്നു. തുടർന്ന് വൈഷ്ണവി വിഷ്ണുവിന്റെ വീട്ടിലേക്ക് ഓടിക്കയറിയെന്നും അവിടുത്തെ പ്രദേശവാസികൾ പറയുന്നുണ്ട്. അങ്ങനെയാണ് വിഷ്ണുവിനും ഈ അക്രമത്തിൽ പരിക്കേൽക്കുന്നത് എന്നാണ് നിലവിൽ നാട്ടുകാർ ഉൾപ്പെടെ നൽകുന്ന പ്രാഥമിക വിവരം. പോലീസിന്റെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. എന്തായാലും ഇരുവരുടെയും മൃതദേഹങ്ങൾ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ബൈജു കസ്റ്റഡിയിലുണ്ട്. ഇയാളെ കസ്റ്റഡിയിൽ കൂടുതൽ ചോദ്യം ചെയ്യലുകളിലും കൂടുതൽ മൊഴിയെടുപ്പിലൂടെയും മാത്രമേ എന്താണ് ഈ കൊലപാതകത്തിന് പിന്നിലുള്ള കാരണം എന്നതിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ. അതിനുശേഷമാകും പോലീസ് ഉദ്യോഗസ്ഥർ ഔദ്യോഗികമായി, അന്വേഷണ സംഘം ഔദ്യോഗികമായി ഒരു പ്രതികരണം ഉണ്ടാവുക. എന്തായാലും പ്രാഥമിക ഘട്ടം എന്ന നിലയിലാണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണങ്ങൾ ഉള്ളത്. അതായത് സാമ്പത്തിക തർക്കം വൈഷ്ണവിയും ബൈജുവും തമ്മിൽ സാമ്പത്തിക തർക്കം ഉണ്ടായിരുന്നു. അതിനു മുൻപും തന്നെ ഈ ദാമ്പത്യ പ്രശ്നം ഇരുവർക്കുമിടയിലും ഉണ്ടായിരുന്നു. തുടർന്ന് ഇന്നലെ രാത്രിയോടുകൂടി ഇവർ തമ്മിൽ വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും ബൈജു വൈഷ്ണവി ആക്രമിക്കുകയുമായിരുന്നു. തുടർന്ന് വൈഷ്ണവി വിഷ്ണുവിന്റെ വീട്ടിലേക്ക്, തൊട്ടയൽവാസിയായി വിഷ്ണുവിന്റെ വീട്ടിലേക്ക് ഓടിക്കയറി. തുടർന്നാണ് വിഷ്ണുവിനും ആക്രമണത്തിൽ പരിക്കേൽക്കുന്നതെന്നാണ് ഒരു പ്രദേശവാസികളുടെ ഭാഗത്തു നിന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ ബൈജു പോലീസിന്റെ കസ്റ്റഡിയിലാണ്. കൂടുതൽ ചോദ്യം ചെയ്യലും മൊഴിയെടുപ്പുമൊക്കെ നടക്കുന്ന ഘട്ടത്തിൽ കൂടുതൽ വിവരങ്ങൾ, ഈ കൊലപാതകത്തെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വരദ. ശരി, ശ്രീരാജ് ബാബു ആണ് വിശദാംശങ്ങൾ നൽകിയത്.